ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നൊരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് ദ മൂണാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. അവർ എന്തോ ഒരു സത്യം മറയ്ക്കുന്നതായിട്ട് ഈ കാർഡ്സ് പറയുകയാണ്. ഹിഡൻ ട്രൂത്തിനെയാണ് ഈ കാർഡ് പറയുന്നത്. മാത്രമല്ല അവർ ഒരു ഇല്യൂഷനിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നുപോയി. അവർ ഒത്തിരി കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് പറയുന്നു, എന്തിനെയോ ഭയക്കുന്നതായിട്ട് പറയുന്നു. അവരിലെ അൺകോൺഷ്യസ് മൈൻഡിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ അവർ കടന്നുപോയിരുന്നു. ഇവിടെ അവരുടെ സ്വപ്നങ്ങളെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരാണ്. എത്രയൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകലെയാണെങ്കിൽ കൂടിയും, അവർ എന്തിനെ ഭയപ്പെടുന്നു എങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വ്യക്തികളുടെ ഇടപെടലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാനുള്ള റീസൺ. എന്നാൽ ഇപ്പോൾ അവർ അവരിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ തീരുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർ എല്ലാ പാഠങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർ ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നു. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എവിടെ നിന്നോ ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വരുന്നുണ്ട്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ഹീലാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഹീലാവുന്നുണ്ട്. എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും നമ്മൾ എന്നു മുതൽ തയ്യാറായി തുടങ്ങുന്നു, അന്നു മുതൽ നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് കറക്റ്റ് സമയത്ത് ഒരു ബ്ലെസ്സിങ്സ് വരികയാണ്, ഒരു ഹെൽപ്പ് വരികയാണെന്ന് ഈ കാർഡ് പറയുകയാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണുള്ള ആ ഒരു ചിന്ത, അതും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. ഒരു മാറ്റമാണ് ഇവിടെ കാണുന്നത്. അവർ പാസ്റ്റിനെ കുറിച്ച് തിങ്ക് ചെയ്യുന്നു എന്ന് ഈ കാർഡ് പറയുന്നു. അവരുടെ ചിന്തകളെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. പിന്നെ ഈ കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെയേറെ സ്ട്രഗിൾ ചെയ്യുന്നൊരു നിമിഷമാണിപ്പോൾ, ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്രോസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ കാർഡ് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലേക്ക് അവർ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരിലെ ശരികളെ മനസ്സിലാക്കി അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. എവിടെ നിന്നോ അവർക്ക് എനർജി കിട്ടിയതുപോലെ ഫീൽ ചെയ്യുകയാണ്. ഒരു തീരുമാനമെടുക്കാനായിട്ട് ഇത്രയും നാൾ അവർക്ക് സാധിച്ചിട്ടുണ്ടായില്ല. എന്നാൽ അവർ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർക്ക് എവിടെ നിന്നോ കറേജ് കിട്ടിയതുപോലെ, എനർജി കിട്ടിയതുപോലെ ഫീൽ ചെയ്യാണ്. ബ്ലെൻഡിങ് എനർജി എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ ചിന്തിക്കുന്നത് അവരുടെ ലൈഫിൽ അവരെവിടെ എത്തിയിട്ടില്ല, അവർ ലൈഫിൻ്റെ മധ്യപാതയിലാണ്. അപ്പോൾ അവർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ ഒരു ലക്ഷ്യമാണ് കാണിക്കുന്നത്, ഒരു പർപ്പസാണ് കാണിക്കുന്നത്. അവർ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എനർജി കിട്ടണമെങ്കിൽ, അവരുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്തണമെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തേ പറ്റൂ. അവരെ തന്നെ മനസ്സിലാക്കിയേ പറ്റൂ. അവരുടെ കഴിവുകളെ അറിഞ്ഞേ പറ്റൂ. അവരുടെ മൈൻഡിനെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ഈ ഒരു കാര്യമാണ് ടെമ്പറൻസ് പറയുന്നത്. ബ്ലെൻഡിങ് എനർജി, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി അവർ മധ്യപാതയിലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളിലേക്ക് എത്തിയാലേ അവർ പൂർണ്ണനാവുകയുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് അവർ തിരിച്ചറിയാണ്.
നെക്സ്റ്റ് കാർഡ് 2 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ്. മേക്കിംഗ് ഡിഫിക്കൽട്ടി ചോയ്സ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്, മറ്റുള്ള വ്യക്തികളാൽ അവരുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് വരുവാനുള്ള ഒരു തടസ്സം അവിടെയുണ്ട്, ഇല്ല എന്നല്ല പറയുന്നേ, എങ്കിൽ കൂടിയും അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം നിങ്ങളിലേക്ക് തന്നെയാണ്. അവരുടെ ലൈഫിൽ നിങ്ങളാണ് അവർക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തി എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. അവരുടെ ചിന്തകളെയാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ മെമ്മറി ആൻഡ് തോട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഏതൊക്കെ വ്യക്തികളാൽ അവരുടെ കണ്ണ് കെട്ടിപ്പോയിട്ടുണ്ടെങ്കിലും, അവർക്ക് മുന്നിൽ തടസ്സമുണ്ടെങ്കിലും, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് കാർഡ്സ് പറയാണ്. ഏസ് ഓഫ് സോർട്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അവരുടെ ആ ഒരു ഡിസിഷനെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ ലക്ഷ്യം, ന്യൂ ഐഡിയ അവർ ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു. ആ ഒരു ഡിസിഷൻ തന്നെയാണ് ഏസ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. തീരുമാനം, എന്തോ ഒരു അവയർനെസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുക തന്നെയാണ്, ഒരു ഡിസിഷൻ എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഈ കാർഡ് പറയുന്നു. വരും ദിവസങ്ങളിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. മെസ്സേജ് ആയിട്ടോ കോളായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് കാണണമെന്നോ അവർ പറയും. അവരുടെ ഡിസിഷൻ വളരെയേറെ യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നു. നിങ്ങളിലേക്ക് തന്നെയാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവരെവിടെയും പോവില്ല, നിങ്ങളിലേക്ക് തന്നെ വരും. നെക്സ്റ്റ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഒരു ചേഞ്ച് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതെവിടെയും എന്തായി പോകുന്ന ഒന്നല്ല, നിങ്ങളിലേക്ക് വരുവാനായിട്ട് തീരുമാനമെടുത്ത ഒരു വ്യക്തിയുടെ എനർജി. ഇത്രയും നാൾ നിങ്ങൾ സെപ്പറേഷനിലായിരുന്നു, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരുന്നു, ശരിയാണ്. പക്ഷേ തിരിച്ചറിവ് വന്നുകൊണ്ട് അവരിലെ ഒരു ബാഡ് കർമ്മ എൻഡായിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. ഗുഡ് കർമ്മ അവരിലേക്ക് വരികയാണ്. അവരുടെ ചിന്തകളെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഈ വീല് തിരിഞ്ഞിട്ട് നിങ്ങളിലേക്ക് എത്തുകയാണ്. നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ് നെക്സ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷനെ, അവരുടെ ഫീലിങ്സിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്. ഒരു പാഷനേറ്റ് സോളാണ് നിങ്ങളെന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത്. സീക്കിംഗ് കണക്ഷനെയാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ അത്രയേറെ സ്നേഹം തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ പ്ലാൻ ചെയ്യാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു തീരുമാനമാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ പ്ലാനിങ്ങിനെയാണ് കാണിക്കുന്നത്. അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് പെൻറ്റക്കിൾ ആണ്. ഒരു ബാലൻസ്, ഒരു ഇക്വിലിബ്രിയം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് അവരുടെ ലൈഫിൽ. ഒത്തിരി കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. എന്നാൽ തിരിച്ചറിവ് വരുമ്പോൾ, നിങ്ങളുടെ സ്നേഹം മനസ്സിലാകുമ്പോൾ അവർക്ക് എന്തൊരു കാര്യത്തിലാണ് അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്, അതിനോടൊപ്പം നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥാനം അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അവരുടെ പ്രയോറിറ്റി ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിങ്ങളാണ് അവർക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു ബാലൻസ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ആ ഒരു പ്രണയം ഒരു ബാലൻസിലേക്ക് എത്തിക്കുകയാണ്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഫ്യൂച്ചർ നിങ്ങളോട് കൂടി വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒരു ബെസ്റ്റ് ഹാഫായിട്ട് അവർ കാണാണ്. അവരായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, അവരെ സ്നേഹിക്കുന്നത് നിങ്ങളാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ ബെസ്റ്റ് ഹാഫായിട്ട് കാണാതെ പിന്നെ എങ്ങനെയല്ലേ. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ദ എംപ്രസ് ആണ്. അവരുടെ കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജിയാണ് ഇവിടെ പറയുന്നത്. അവരുടെ ചിന്തകൾ, നിങ്ങളെ ഇപ്പോൾ അവർ കാണുന്നത് ഒരു അമ്മയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കൊടുത്ത ഒരു വ്യക്തിയുടെ സ്ഥാനത്ത്, അവരായിട്ട് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയുടെ സ്ഥാനത്ത്, അവർക്ക് എല്ലാ കാര്യവും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനത്ത്, ഒരു മദർഹുഡിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹവും കരുതലും അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. വേറെ എവിടെ നിന്നും അത് അവർക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെ പിരിയാനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനം അവർ എടുത്തു കഴിഞ്ഞു. നിങ്ങളാണ് യഥാർത്ഥ പ്രണയമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു.
നിങ്ങളുടെ ഒരു ബെറ്റർ ഫ്യൂച്ചർ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അബണ്ടൻ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. പുരോഗതി, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി മാത്രമല്ല, നിങ്ങളുമായിട്ട് നല്ലൊരു ഫ്യൂച്ചർ, ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ഡിസിഷൻ അവരെടുത്തു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഒരു നോക്കൗട്ട് സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. നിങ്ങൾ എന്ന വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളാണ് അവരുടെ ബെസ്റ്റ് ഹാഫ് എന്ന് അവർ മനസ്സിലാക്കുകയാണ്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെയല്ല റെസിനേറ്റ് ആവുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.